നല്ലൊരു ഓപ്ഷൻ. ഒരു വണ്ടി എന്ന മോഹമായി നടക്കുന്നവർക്ക് കൃത്യമായ ഉത്തരത്തിൽ എത്തിച്ചേരുന്ന ഒരു വണ്ടി. നല്ലൊരു വണ്ടി അല്ലെ. 2007 മോഡലാണ്. മോഡൽ ഉണ്ടേനും പിന്നെ സെക്കൻഡ് ഓണർഷിപ്പ് ഈ വണ്ടി ആയിട്ടുള്ളൂ. കൂടുതലൊന്നും പോയിട്ടില്ല. 69,000 കിലോമീറ്റർ നമ്മളെ വണ്ടി ഓടിയിട്ടുള്ളൂ. പേടി മേടിച്ചല്ല. അപ്പൊ ഈ ഒരു കിളിക്കുട്ടിക്ക് നമ്മളിഞ്ഞ് ലേഡീസിന് എല്ലാവർക്കും ആവശ്യമുള്ള ഒരു വണ്ടിയാണ്. അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു ഓഫർ പ്രൈസ് ആണ് പറഞ്ഞു. നമ്മൾ ചോദിക്കണം ഇപ്പൊ 3,40,000 രൂപയാണ്. നമ്മൾ കസ്റ്റമർ നമുക്ക് കുറച്ച് കൊടുക്കാം, ഫുൾ ഓണും ചെയ്ത് കൊടുക്കാം ഈ വണ്ടി അല്ലെ. ചെയ്ത് കൊടുക്കാം. ഓക്കെ ഓക്കെ. അടുത്തതായിട്ട് വന്നിട്ടുള്ള സാധാരണക്കാർക്ക് പറ്റിയ നല്ല കിടില അടിപൊളി വണ്ടിയാണ്. 2010 പുതിയ പേപ്പർ എടുത്ത വണ്ടിയാണ്. പുതിയ പേപ്പർ എടുത്ത 5 കൊല്ലം പേപ്പറും ഉണ്ട്, 1 ഇയർ ഇൻഷുറൻസും ഉണ്ട്. അതും സിംഗിൾ ഓണർ 2011 സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഒരു ഓമ്നി. അങ്ങനെ 1,65,000 കിലോമീറ്റർ ഓടിയിട്ടില്ലേ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്, പേടിക്കാനല്ല. അതന്നെ ഇനിയിപ്പോ ചോദിച്ചു തന്നവരുണ്ടാവല്ലോ സിംഗിൾ ഓണർഷിപ്പിൽ ഏതെങ്കിലും ഒമ്നി ഉണ്ടോന്നുള്ളത്. നമുക്കിപ്പോ എത്ര രൂപ കൊടുക്കാം? ഇത് നമ്മൾ ചോദിക്കണേ 1,80,000 രൂപയാണ്. 1,80,000 രൂപ. നമുക്ക് പിന്നെ വീഡിയോ കണ്ടു വിളിച്ചു എന്തെങ്കിലും ചെയ്ത് നമുക്ക് ഓഫർ എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം. കറക്റ്റ് മാരുതി സർവീസ് ഉള്ള വണ്ടിയാണ്. മാരുതി സർവീസ് എല്ലാ 10,000 സർവീസ് മാരുതിന് ചെയ്ത വണ്ടിയാണ്. കറക്റ്റ് സർവീസ് ഉള്ള ഒരു വാഹനമാണ് നമ്മളെ ഈ വണ്ടി. കണ്ണൂർ രജിസ്ട്രേഷൻ നടക്കുന്ന ഈ വണ്ടിയാണ്. ഇതൊക്കെ നമുക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കാം? നമുക്ക് വീഡിയോ ഓഫർ നമ്മൾ ചോദിക്കുന്ന 1 രൂപയാണ്. നമുക്ക് അതിൽ നിന്ന് കുറച്ചെടുക്കാം. 1,00,000 ഓണർഷിപ്പിൽ മൈലേജ് പറയുന്നുണ്ട്. അപ്പൊ മൈലേജ് ഒക്കെ എത്രത്തോളം കിട്ടും? നമുക്ക് മൈലേജ് നമുക്ക് 24 പ്രതീക്ഷിക്കാം. പിന്നെ നമ്മൾ ഓടിക്കുന്നതനുസരിച്ചാണ് അതിലേറെ കിട്ടും. 24 എന്തായാലും പ്രതീക്ഷിക്കാം. പിന്നെ ക്വാളിറ്റിയുള്ള വണ്ടി, തട്ടുമുട്ടും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പൊ ഈ പറഞ്ഞ 2015 ഇപ്പൊ ഈ പറഞ്ഞ 2011 നമുക്ക് 2011 നമുക്ക് ലോൺ ഒരു 80% കൊടുക്കാം. നമുക്ക് 2015 ഫുൾ ലോൺ തന്നെ കൊടുക്കാം. ഫുൾ ലോൺ കൊടുക്കല്ലേ? വണ്ടിക്കൊക്കെ അധികം ഫുൾ ലോൺ ഉണ്ട്. ഒമ്നി ഒഴിച്ച് ബാക്കിയുള്ള വണ്ടിയൊക്കെ നമുക്ക് ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. അടുത്തത് റോഡിലെ കപ്പല്. റോഡിലെ ഡീസലാണ്, നല്ല മൈലേജ് ഉണ്ട്. 24 അടുത്ത് മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. ഡസ്റ്റർ 85 ആണ്. അത് നമ്മൾ പ്രത്യേകം എടുത്തു വരണം. 2 ഇഞ്ചും വരുന്നുണ്ട്, 1 ടണ്ണും വരുന്നുണ്ട്, 85 വരുന്നുണ്ട്. സുഖമായിട്ടൊരു 4 ബാക്കിൽ ഇരിക്കാം. നോക്കിയാ നല്ല സ്പേസ് വണ്ടിയിലുണ്ട് അല്ലേ? അടിപൊളി വണ്ടിയാണ്. നമുക്ക് ഡിക്കി ഭാഗം കാണിച്ചു കൊടുക്കാം. ഇത് നമ്മൾ ചോദിക്കണേ വെറും 78 രൂപയുള്ളൂ. 78 രൂപ കൊടുക്കാം. 78 രൂപ വണ്ടി കൊടുക്കാം. നമുക്ക് വെറും 78 വണ്ടി നമുക്ക് കൊടുക്കാം. നല്ല വണ്ടിയാണ്. തട്ടില്ല, മുട്ടില്ല, ഒന്നുമില്ലാത്ത വണ്ടിയാണ്. അപ്പൊ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ പാണായി കാട്ടൻ ഗാരേജിലാണ് നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത്. നമുക്ക് ഏകദേശം 10-32 വണ്ടികളാണ് ഇന്ന് നമുക്ക് പരിചയപ്പെടുത്താനുള്ള സുഹൃത്തുക്കളെ. ഇന്നത്തെ ഡേറ്റ് ആഗസ്റ്റ് 16 ശനിയാഴ്ചയാണ് മക്കളെ. അപ്പൊ ഇന്നത്തെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് സാധിക്കാനായിട്ട് ചോദിച്ചേക്കാം. സുഹൃത്തുക്കളെ, ഏകദേശം 10-22 വണ്ടികളും ഇന്ന് നമുക്ക് പരിചയപ്പെടുത്താണ്ട്. ആദ്യം നമുക്ക് സാധിക്കാം. ആദ്യം നമുക്ക് ബെനച്ച് തുടങ്ങല്ലേ? ആൾട്ടോ തുടങ്ങാം. എന്നാ ഈ പുലിക്കുടി 13 മോഡൽ ആൾട്ടോണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 78,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കട്ടുമുട്ട് അപാധകളൊന്നുമില്ല, നല്ല വണ്ടിയാണ്. സീറ്റ് കവർ ഉണ്ട്, അതേപോലെ ഫോർമാറ്റ് സെറ്റ്, ആൻഡ്രോയിഡ് സിസ്റ്റം ഇല്ല, മ്യൂസിക് സിസ്റ്റം ഉണ്ട്. പിന്നെ അത്യാവശ്യം വൃത്തിയുള്ള വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 2013 മോഡല്. ഉള്ള കാണിച്ചെടുക്ക. നമുക്ക് 10 രൂപ കൊടുക്കാം. ഇത് നമ്മൾ ചോദിക്കണേ 1,80,000 രൂപയാണ്. 1,80,000 രൂപ. നമുക്ക് പിന്നെ വീഡിയോ കണ്ടു വിളിച്ചു എന്തെങ്കിലും ചെയ്ത് നമുക്ക് ഓഫർ എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് വന്നിട്ടുള്ള സാധാരണക്കാർക്ക് പറ്റിയ നല്ല കിടില അടിപൊളി വണ്ടിയാണ്. 2010 പുതിയ പേപ്പർ എടുത്ത വണ്ടിയാണ്. പുതിയ പേപ്പർ എടുത്ത 5 കൊല്ലം പേപ്പറും ഉണ്ട്, 1 ഇയർ ഇൻഷുറൻസും ഉണ്ട്. 1,14,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. വണ്ടിയിലെ നല്ല കിളിക്കുഞ്ഞ് മിയ വണ്ടി. ഈ കവറും കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലേ? ഉൾഭാഗം കാണിച്ചെടുക്കും. അടിപൊളി ഓക്കെ. നല്ല ക്ലീൻ ആയ വൃത്തിയുള്ള വണ്ടിയാ. ഇതൊക്കെ നമുക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കാം? നമുക്ക് വീഡിയോ ഓഫർ നമ്മൾ ചോദിക്കുന്ന 1 രൂപയാണ്. നമുക്ക് അതിൽ നിന്ന് കുറച്ചെടുക്കാം. 1,00,000 രൂപ നമുക്ക് അത് കുറച്ചെടുക്കാം. നമുക്ക് ഓണം ഓഫറേക്കാണ് കൊടുക്കാം. ഒമ്നിവാ. അടുത്തത് നമ്മളെ ബിസിനസ്കാരത്തിന് അല്ല, നമ്മളെ എന്താ പറയാ, എന്തെങ്കിലും ജോബ് അതിന് നമ്മളെ സാധനങ്ങളെ കൊണ്ടെടുക്കാൻ അങ്ങനെ എക്സ്പോർട്ടിംഗ്, ട്രാൻസ്ഫറിങ്
അതും സിംഗിൾ ഓണർ 2011 സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഒരു ഓമിനി. ഇനി അങ്ങനെ 1,65,000 കിലോമീറ്റർ ഓടിയിട്ടില്ല. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്, പേടിക്കാല്ല. അതന്നെ ഇനിയിപ്പോ ചോദിച്ചു തന്നവരുണ്ടാവല്ലോ സിംഗിൾ ഓണർഷിപ്പിൽ ഏതെങ്കിലും ഒമ്നി ഉണ്ടോ എന്നുള്ളത്. LPG ഗ്യാസ് അങ്ങനെ കയറ്റുന്ന സംവിധാനം ഉണ്ടോ? ഇത് ഗ്യാസ് ഉണ്ട്, ഗ്യാസും പെട്രോളും പാടിയും കൂടിയതാണ് അല്ലേ? അപ്പൊ അത് 5 സീറ്റ് വണ്ടി കേട്ടോ. 5 സീറ്റ് വണ്ടി നമുക്ക് ഉള്ളൊക്കെ കണ്ടോക്കാം. അല്ലേ നിങ്ങളെ ബിസിനസ് ആവശ്യത്തിന് എന്തെങ്കിലും ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ പറ്റിയ നല്ല കീഴിലെ നല്ല വണ്ടിയാണ്, നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. തുരുമ്പും കരിമ്പൊന്നുമില്ല, നല്ല വണ്ടി. കരിമ്പില്ല തുരുമ്പില്ല, നോക്കിക്കോളി നോക്കി. നല്ല വണ്ടിയാണ്, നല്ല അടിപൊളി വണ്ടിയാണ്. ഇത് നമ്മൾ ചോദിക്കണ വില ₹1 ചോദിക്കണം. ₹1,00,000. അതിലെന്തെങ്കിലും നമുക്ക് വീഡിയോക്കാർക്ക് കുറച്ച് കൊടുക്കാം. നല്ല അടിപൊളി വണ്ടിയാണ്. നിങ്ങൾക്ക് ഇതിമ ഒരു കാര്യങ്ങളോ ഒന്നും ചെയ്യാല്ലോ. അടുത്ത വന്നിട്ട് നമുക്ക് രാജകുമാരന്റെ എന്താ പറയാ മന്ത്രി അങ്ങനെ പറയാം. 2011 ഡീസൽ വണ്ടിയാണ്. ഡീസൽ വണ്ടി ബീറ്റ്. ഇത് മൂന്നാമത്തെ ഓണർഷിപ്പിൽ മൈലേജ് പറയുന്നുണ്ട്. അപ്പൊ മൈലേജ് ഒക്കെ എത്രത്തോളം കിട്ടും നമുക്ക്? മൈലേജ് നമുക്ക് 24 പ്രതീക്ഷിക്കാം. പിന്നെ നമ്മ ഓടിക്കുന്നതനുസരിച്ചാണ്, അതിലേറെ കിട്ടും. 24 എന്തായാലും പ്രതീക്ഷിക്കാം. പിന്നെ ഇത് നമ്മൾ ചോദിക്കുന്ന റേറ്റ് ചെറിയ റേറ്റ് ചോദിക്കണുള്ളൂ. എത്ര രൂപ കൊടുക്കുക? ഇത് നമ്മൾ ചോദിക്കണ വെറും ₹78 ഉള്ളൂ. 78,000 കൊടുക്കാം. 78 വണ്ടി 78 കൊടുക്കാം നമുക്ക്. വെറും 78 വണ്ടി നമുക്ക് കൊടുക്കാം. നല്ല വണ്ടിയാണ്, തട്ടില്ല മുട്ടില്ല, ഒന്നുമില്ലാത്ത വണ്ടിയാണ്. അടിപൊളി വണ്ടിയാണ്. ബാക്കും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഫ്രണ്ടും കാണിച്ചുതരാം. വെറും 78. ചെറുതൊക്കെ എന്തെങ്കിലും ചെയ്തെടുത്തൂടാ? ചെറുതായിട്ട് നമുക്ക് എന്തെങ്കിലും ഓൺ ഓഫറിലാണ് കൊടുക്കാം. വീഡിയോ കണ്ടാണ് കൊടുത്തോളെ. അടുത്തത് റോട്ടിലെ കപ്പല്. റോട്ടിലെ ഡീസലാണ്, നല്ല മൈലേജ് കിട്ടും. 24 അടുത്ത് മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. ഡസ്റ്റർ 85 ആണ്. അത് നമ്മൾ പ്രത്യേകം എടുത്തു വരണം. 2 എഞ്ചിൻ വരുന്നുണ്ട്, 1 ടണ്ണും വരുന്നുണ്ട്, 85 വരുന്നുണ്ട്. നമ്മുടെ അടുത്തുള്ള വണ്ടി 85 ആണ്, നല്ല മൈലേജ് ഉള്ള വണ്ടി. രണ്ടിലും മാറ്റം എന്താണ്? രണ്ടിലും മാറ്റം പറഞ്ഞാല് മൈലേജിൽ മാറ്റമുണ്ട്, പവറിലും മാറ്റമുണ്ട്. പിന്നെ മാറ്റങ്ങളുണ്ട്, നമുക്ക് അറിയുന്ന മാറ്റങ്ങൾ അതാ ഉള്ളത്. പിന്നെ ഡീസലാണ്. ഇപ്പൊ നിലവില് 4ാമത്തെ ഓണർഷിപ്പിലാണ് നമ്മളെ വണ്ടി ഇറക്കണേ. എത്ര ഓട്ടോ ഓടിക്കണ? ഓട്ടം 1,20,000 കിലോമീറ്റർ ജെനുവിൻ ഓട്ടമാണ്. ഡീസൽ ഓട്ടാണ്. 4 അലവി ഉണ്ട്, കാണിച്ചു കൊടുത്തു നമുക്ക്. അലവി അടിപൊളി അലവി ഉണ്ട്. 4 അലവി ഉണ്ട്. ആ ടയർ കുറച്ച് കമ്മി ഉണ്ട്. നമുക്ക് കസ്റ്റമറിന് നമ്മളെ കസ്റ്റമർക്ക് മാറ്റി കൊടുക്കാം. മാറ്റി കൊടുക്കാം. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴും തിരക്കില്ലാത്ത ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടിക്ക്. വണ്ടി ലോക്കാണല്ലേ, ഞാൻ ചായ എടുത്തോണ്ടാ. ആയിക്കോട്ടെ. അപ്പൊ നമുക്ക് കാണിച്ചു കൊടുക്കാം. നല്ല അടിപൊളി സീറ്റ് കവർ ഉണ്ട്, അതേപോലെ സ്റ്റിയറിംഗ് കവർ ഉണ്ട്, ആൻഡ്രോയിഡ് സിസ്റ്റം ഉണ്ട്. അത്യാവശ്യം അടിപൊളി ഉണ്ട് വണ്ടി. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള മാറ്റാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വണ്ടിയാണ്. നല്ല അടിപൊളി സീറ്റ്. ബാക്ക് കാണിച്ചെടുത്താ സുഖമായിട്ടൊരു 4 ആക്കി ബാക്കിൽ ഇരിക്കാം. നോക്കിയാ നല്ല സ്പേസി വണ്ടിയിലുണ്ട് അല്ലേ? അടിപൊളി വണ്ടിയാണ്. നമുക്ക് ഡിക്കി ഭാഗം കാണിച്ചു കൊടുക്കാം. നമുക്കൊരു ആനക്കുട്ടിനെ ഇതിൽ കൊള്ളും. അതെ, അതിനുള്ള സ്ഥലത്തിനുള്ളിലുണ്ട് അല്ലേ? 2013 മോഡൽ ഈ ഡസ്റ്റർ നമുക്ക് എത്ര രൂപ കൊടുക്കാം? ഡസ്റ്റർ നമുക്കൊരു ₹3,27,000 കൊടുക്കാം. 3,4 ലക്ഷം കൊടുക്കാം. നമുക്ക് 3,4 ലക്ഷം നമുക്ക് കൊടുക്കാം. എന്തെങ്കിലും പൊട്ടിച്ചു കൊടുക്കാം. എന്തെങ്കിലും പൊട്ടിച്ചു കൊടുക്കാം. നമ്മളെ കസ്റ്റമർക്ക് എന്തെങ്കിലും പൊട്ടിച്ചു കൊടുക്കാം. അടുത്തതായിട്ട് നമ്മളെ ഹോണ്ട ജാസ് 2016 വണ്ടി. ഡീസൽ വണ്ടിയാണ്. അടിപൊളി വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പ് നിൽക്കുന്ന വണ്ടിയാണ്. വെറും 86,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. അത്യാവശ്യം നല്ലൊരു വണ്ടി. സീറ്റ് കവറും കാര്യങ്ങളും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. 4 ഡോർ പവർ വിൻഡോ, അതേപോലെ സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്, മിറർ അഡ്ജസ്റ്റ്മെന്റ് വരുന്നുണ്ട്. ഒക്കെ ഓട്ടോമാറ്റിക് ആണ്. അത്യാവശ്യം ഒരു അലൈവ് ഉണ്ട്. 4 ടയർ അലൈവ് ഉണ്ട്. അലൈവ് കാണിച്ചെടുത്താ 4 ടയറിന് അലൈവ് ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടയർ, ഒരു 50% ടയറും ഉണ്ട് നമ്മുടെ വണ്ടിക്ക്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു വണ്ടിയാണ്. അത്യാവശ്യം എന്താ പറയാ, ഇതും മൈലേജിന്റെ രാജകുമാരൻ എന്ന് നമുക്ക് പറയാം. അത്യാവശ്യം മൈലേജ് കിട്ടും. രാജകുമാരൻ വരാൻ കിടക്കണുള്ളൂ. പക്ഷെ ഇതാണ് ഇപ്പൊ ഹോണ്ടയിൽ നിലവിലൊരു രാജകുമാരൻ ഉണ്ട്. ഡീസൽ എഞ്ചിൻ ആയതുകൊണ്ട് അത്യാവശ്യം മൈലേജ് കിട്ടും. എത്ര മൈലേജ് കിട്ടും? ഇത് നമുക്ക് 24 എന്തായാലും പ്രതീക്ഷിക്കാം വണ്ടിക്ക്. അത് പിന്നെ ലോണിന്റെ സംഭവങ്ങളില്ലേ? നമ്മളിപ്പോ ഈ പറഞ്ഞ വണ്ടിക്കൊക്കെ അധികം ഫുൾ ലോൺ ഉണ്ട്. ഒമ്നി ഒഴിച്ച് ബാക്കിയുള്ള വണ്ടിയൊക്കെ നമുക്ക് ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. പറയാൻ മറന്നു പറയണേനു. പിന്നെ
ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കണ വില അത്ര 4 ലക്ഷം രൂപ. 4 ലക്ഷം രൂപയ്ക്ക് ജാസ് കൊടുക്കാം. ഈ വണ്ടി എന്ന് വെച്ചാൽ 5 ലക്ഷം 5.25 ലക്ഷത്തിന്റെ അടുത്ത് ലോണ് നിങ്ങൾക്ക് വണ്ടിക്ക് ഇറങ്ങണം. അതെ, കൈക്ക് ഒരു എന്താ പറയാ 65 രൂപ 70,000 രൂപന്റെ അടുത്ത് കൈക്ക് കിട്ടും. 70,000 രൂപ ഉണ്ടെങ്കിൽ 70,000 രൂപ ക്യാഷ് ബാക്ക് കിട്ടുന്ന ഒരു വണ്ടിയാണ്. കസ്റ്റമർ ക്യാഷ് ബാക്ക് കിട്ടുന്ന വണ്ടിയാണ്. പിന്നെ മാർക്കറ്റിൽ വില കുറച്ച് നമ്മൾ ഈ വണ്ടി കൊടുക്കും. നമുക്ക് ഈ വണ്ടിക്ക് എത്ര രൂപയ്ക്ക് ഇറക്കാം? ഈ വണ്ടി നമുക്കൊരു 4 റുപ്യക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അല്ല, നമുക്ക് ലോണിൽ എത്ര രൂപയ്ക്ക് ഇറക്കാം? ലോൺ നമുക്ക് 4 5.25 വരെ നമുക്ക് കിട്ടും. ലോൺ 4 മതിയാവും. 4.5. അപ്പോൾ നമുക്കൊരു 65 റുപ്യന്റെ അടുത്ത് നമുക്ക് കൈ കിട്ടും. കിട്ടും അല്ലേ? കിട്ടും. അപ്പൊ അടുത്തത് സംശയമില്ലാതെ കിട്ടും. 2016 സെലറി ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. വണ്ടിയാണ്. ലേഡീസിന് പൊടിച്ചിറങ്ങൽക്കൊക്കെ കൊണ്ടിറക്കാൻ പറ്റുന്ന എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഔലോസ് വണ്ടിയാണ്. VX ആയിട്ട് വണ്ടി 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, മ്യൂസിക് സിസ്റ്റം വണ്ടിയാണ്. VX ആട്ടോ, കിളിക്കുട്ടി വണ്ടി. ഓട്ടോമാറ്റിക് AMT ആട്ടോ ഓട്ടോമാറ്റിക് വരുന്നത്. മീറ്റർ കാണിച്ചെടുക്ക്. മീറ്റർ അത്യാവശ്യം തിരക്കില്ലാത്തൊരു വണ്ടിയാണ്. 1,29,000 കിലോമീറ്റർ ഓടിച്ചിട്ട് കറക്റ്റ് മാരുതി സർവീസ് ഉള്ള വണ്ടിയാണ്. മാരുതി സർവീസ് എല്ലാ 10,000-നും സർവീസ് മാരുതിന് ചെയ്ത വണ്ടിയാണ്. കറക്റ്റ് സർവീസ് ഉള്ള ഒരു വാഹനമാണ് നമ്മളെ ഈ വണ്ടി. കണ്ണൂർ രജിസ്ട്രേഷൻ കിടക്കുന്ന ഈ വണ്ടിയാണ്. കണ്ണൂരിൽ L13. അപ്പൊ ഈ ഒരു കിളിക്കുട്ടിക്ക് നമ്മളിഞ്ഞ് ലേഡീസിന് എല്ലാവർക്കും ആവശ്യമുള്ള ഒരു വണ്ടിയാണ്. അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു ഓഫർ പ്രൈസ് പറഞ്ഞു. നമ്മൾ ചോദിക്കണം ഇപ്പൊ 3,40,000 രൂപയാണ്. നമ്മൾ കസ്റ്റമർ നമുക്ക് കുറച്ച് കൊടുക്കാം, ഫുൾ ലോണും ചെയ്ത് കൊടുക്കാം ഈ വണ്ടി. അല്ലെ, ഫുൾ ലോൺ കയറ്റി കൊടുക്കാം. ഫുൾ ലോൺ നമുക്ക് കയറ്റി കൊടുക്കാം. ഈ വണ്ടിക്ക് ഫുൾ ലോൺ വണ്ടിക്ക് നമുക്ക് ഫുൾ ലോൺ കയറ്റി കൊടുക്കാം. അപ്പൊ മക്കളെ വീഡിയോ കണ്ടു വിളിച്ചു നോക്കി നമുക്ക് ചെറുതായിട്ട് ചെറുതായിട്ട് നമുക്ക് ചെയ്തും കൊടുക്കാം. നമ്മൾ പറഞ്ഞ റേറ്റിൽ നമുക്ക് അതേ വേരിയന്റില് പുതിയൊരു സാധനമാണ് നമ്മൾ ഈ നാനോ. അതിനാറെ ചെറിയ വണ്ടി നോക്കണവർക്ക് പറ്റിയൊരു വണ്ടിയാണ്. ഓട്ടോമാറ്റിക് തന്നെയാണ്. ഓട്ടോമാറ്റിക് നാനോ ആണ് അല്ലെ? ഓട്ടോമാറ്റിക് നാനോ 2015. ഓൽക്ക് അത് കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് എന്താക്കാം, ചെറിയ വിലക്കുള്ള വണ്ടി. ചെറിയ വിലക്കുള്ള വണ്ടി. ഇത് ഏകദേശം എത്ര മോഡല്? ഇത് 2015 പെട്രോൾ ആണ്. വെറും 46,000 കിലോമീറ്റർ ഓടിയ വണ്ടി. 46,000 കിലോമീറ്റർ മാത്രം ഓടിച്ചു. ഓണർഷിപ്പ് എത്ര അറിയോ? സെക്കൻഡ് ഓണർഷിപ്പിൽ നമ്മൾ നിലവിലുള്ള വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പില് മക്കളെ ഓക്കെ. ഇവർക്ക് തിരക്കില്ലാത്ത വണ്ടിയാണ്. അതിന്റെ ഗിയർ നോബൊക്കെ നിങ്ങൾക്ക് മാറ്റാൻ ഉഷാറാക്കി നിങ്ങൾക്ക് തരാം. കൊടുക്കാം. അതിന് നിങ്ങൾക്ക് പേടിച്ചണ്ട. മെക്കാനിക് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു നല്ല അടിപൊളി വണ്ടിയാണ്. അത്യാവശ്യം മൈലേജും കിട്ടുന്ന ഒരു വണ്ടിയാണ്. അങ്ങനത്തെ വണ്ടി കൊണ്ടിറക്കാൻ പേടിയാണെങ്കിൽ ഇതാ ചെറിയ വണ്ടികളും ഇവിടെ ലഭ്യമാണ്. ഓട്ടോമാറ്റിക്കിലാണ് ഇത് വരുന്നത്. അപ്പൊ മാനുവലിന്റെ പേടി പേടിച്ചാനുമില്ല. ഇത് എത്ര രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം? ഇത് നമുക്ക് ഓഫർ പ്രൈസ് ആയിട്ട് നമുക്കൊരു 1,39,000 രൂപ കൊടുക്കാം. 1,39,000 രൂപയ്ക്ക് കൊടുക്കാം നമുക്ക്. 2015 ഓട്ടോമാറ്റിക് വാഹനം. ഇന്നലെ വരെ ഇതിന് 1.5 ലക്ഷം രൂപ നമ്മളെ വീഡിയോക്ക് വേണ്ടിട്ട് ഓഫർ ആയിട്ട് കൊടുക്കാം നമ്മൾ ഈ വണ്ടി. 1,39,000 നമുക്ക് ഈ വണ്ടി കൊടുക്കാം. സംശയം ടയറും കാര്യങ്ങളൊക്കെ അത്യാവശ്യമുള്ള വണ്ടിയാണ്. നമുക്കൊരു 60-65-66% ഇതിലുണ്ട് കേട്ടോ. ടയറുണ്ട്. ഡിക്കൊക്കെ വരാണെങ്കിലും അടിപൊളി ഡിക്ക് തന്നെയാണ്. ഡിക്ക് ഓപ്പൺ ഉള്ള വണ്ടി കേട്ടോ. ഡിക്ക് ഓപ്പൺ ആണ്. ബാക്ക് ഡിക്ക് ഓപ്പൺ ഉള്ള വണ്ടിയാണ്. പിന്നെ ഇതവിടെ പിന്നെ ടയറ് പിന്നെ എങ്ങനെ അങ്ങോട്ട് വന്നിട്ട് ഇതാണ് ഒരു ഓവറോൾ ലുക്ക് കാരണമായി. അപ്പൊ ഇനി നാനോ ഓട്ടോമാറ്റിക് ചോദിച്ചെടുക്കുന്നവർക്ക് പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്ത പെട്ടെന്ന് വിറ്റ് പോകുന്ന വണ്ടിയാണ് ഓട്ടോമാറ്റിക് നാനോ. ലേഡീസ് പഠിച്ചിറങ്ങുന്നവർക്കൊക്കെ പെട്ടെന്ന് എല്ലാവർക്കും യൂസ് ചെയ്യാം. എല്ലാവർക്കും കോമൺ ആയിട്ട് യൂസ് ചെയ്യാം. നല്ലൊരു എന്താ പറയാ, ഒരു സിറ്റി ഡ്രൈവിന് പറ്റിയ വണ്ടിയാണ്. എന്തായാലും നമുക്ക് ട്രാഫിക്കും കാര്യങ്ങളൊക്കെ വരുമ്പോ കൊണ്ടെടുക്കാനൊക്കെ ഉള്ള നല്ലൊരു സുഖമുള്ള വണ്ടിയാണ് അല്ലേ? അത് അടുത്തത് വരുമ്പോ ഇനി മാനുവൽക്കാണ് വരുന്നത്. അടുത്ത് മാനുവലാണ്. 2007 വണ്ടി ജെന്നസ്റ്റിലാണ്. പെട്രോൾ വണ്ടിയാണ്. അപ്പൊ ചെറു വിലക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു വണ്ടിയാണ്. നടക്കുന്നവർക്ക് പറ്റിയൊരു നല്ലൊരു വണ്ടിയാണ്. ഇപ്പൊ ഈ മഴക്കാലത്ത് ഒരു ചെറുവണ്ടി തെരഞ്ഞെടുക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ. ചെറുവണ്ടി എന്ന മോഹമായി നടക്കുന്നവർക്ക് കൃത്യമായ ഉത്തരത്തിൽ എത്തിച്ചേരുന്ന ഒരു വണ്ടി. നല്ലൊരു വണ്ടി അല്ലെ? 2007 മോഡലാണ്. മോഡൽ ഉണ്ടേനും പിന്നെ സെക്കൻഡ് ഓണർഷിപ്പ് ഈ വണ്ടി ആയിട്ടുള്ളൂ. കൂടുതലൊന്നും പോയിട്ടില്ല. 69,000 കിലോമീറ്റർ നമ്മളെ വണ്ടി ഓടിയിട്ടുള്ളൂ. പേടി പേടിച്ചാല കൊറേ ഓടിക്കണെന്നുള്ള പേടി പേടിച്ചാല. നല്ല വണ്ടിയാണ്. കറക്റ്റ് നല്ല ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. വരുന്ന വണ്ടിയാണ്. 2 ഡോർ പവറിന്റെ വരും, AC വരും, പവർ സ്റ്റിയറിംഗ് വരും. എന്ത് വേണം മുത്തു മഞ്ഞാളെ മതിയല്ലോ. ഡിക്കി സ്പേസ് ഡിക്കി സ്പേസിൽ ഒരാൾക്ക് പോണ വണ്ടിയാണ്. പിന്നെ
നമ്മളെ വണ്ടിക്ക് കുറച്ച് ടച്ചപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മൾ വൃത്തിയാക്കിയിട്ടില്ല. വൃത്തിയാക്കി കഴിഞ്ഞാൽ ഒരു വില കൂടും. നമുക്കൊരു കസ്റ്റമർ ഓഫർ പ്രൈസിൽ കൊടുക്കാന്ന് കരുതിയിട്ടാണ് വണ്ടി ഇപ്പൊ ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ നിർത്തിയിട്ടുള്ളത്. അങ്ങനല്ല, നമുക്ക് പണി എടുത്തിട്ടും കൊടുക്കാം, പണി എടുക്കാതെയും കൊടുക്കാം. അപ്പൊ നമുക്ക് പണി എടുക്കാതെ നമുക്ക് ഈ വണ്ടി നമുക്ക് 75 രൂപക്ക് അതിൽ നമുക്ക് എന്തെങ്കിലും ചെറുതായിട്ട് കുറച്ച് കൊടുക്കാം. നമ്മളെ വീഡിയോ കണ്ടുവരുന്ന കസ്റ്റമർ നമുക്ക് കുറച്ച് കൊടുക്കാം. അപ്പൊ പണി എടുത്തിട്ടാണെങ്കിൽ പണി എടുത്തിട്ട് നമുക്ക് കസ്റ്റമർ ആവശ്യമാണ്, എങ്ങനെയൊക്കെ പണി എടുക്കേണ്ടത്, എങ്ങനെയൊക്കെ ചെയ്യേണ്ടത്, അതിനനുസരിച്ചുള്ള ബില്ല്. നമുക്ക് ചെറിയ ബില്ല് വരുള്ളൂ, ഓവർ ബില്ലായിട്ട് നമുക്ക് ചെയ്യൂല. ഒരു മീഡിയം ബില്ല് നമുക്ക് ചെയ്ത് കൊടുക്കാം. അതിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഫാൻസി നമ്പർ കേട്ടോ, KL 56 676. 6 കൊലയാണ്. അപ്പൊ മക്കളെ സെന്നസ്റ്റില് ആലോചിച്ച് നടക്കുന്നവർക്ക് പെട്ടെന്ന് നല്ല നോക്കാൻ പറ്റിയ നല്ല അടിപൊളി വണ്ടിയാണ്. വെറും 75 ഉറുപ്പ്യക്ക് നമുക്ക് ലാസ്റ്റ് ചെയ്ത് കൊടുക്കാം. അടുത്തത് വന്നിട്ട് നമുക്ക് ഇതാ 2 വാഗണറാള്. ആദ്യം നമുക്ക് ബെന പരിചയപ്പെടാം. ഇത് നമുക്ക് വരുന്നത് 2015 സിംഗിൾ ഓൺഷിപ്പ് വരുന്ന വണ്ടിയാണ്. VX ആണ് നമുക്ക് വണ്ടി വരുന്നത്. എത്ര ഓട്ടോ അടിക്കണോ? ഇത് ഇപ്പൊ നിലവിലുള്ള 1,26,000 കിലോമീറ്റർ ആണ്. പിന്നെ സിംഗിൾ ഓണർഷിപ്പ് ആണ്, 2015 മോഡലാണ്. VX ആണ് വേരിയന്റ് വരുന്നത്. 4 ഡോർ പവർ വിൻഡോ, ബാക്ക് വൈപ്പർ, അതേപോലെ സെൻട്രൽ ലോക്ക് ഒക്കെ അടങ്ങി വരുന്ന വണ്ടിയാണ്. ഒറ്റ നോട്ടത്തില് അടിപൊളി വണ്ടി. അടിപൊളി വണ്ടി. സീറ്റ് കവർ ഉണ്ട്, ഒരു കംപ്ലൈന്റും ഇല്ല. അത്യാവശ്യം നല്ലൊരു സീറ്റ് കവറും ഉണ്ട്. എന്താ പറയാ, മ്യൂസിക് സിസ്റ്റം കമ്പനി വരുന്നുണ്ട്. അതേപോലെ മീറ്റർ കാര്യങ്ങളൊക്കെ ഒരു LX-നും ഭംഗിയുള്ള ഒരു ഇത് പവറിന്റെ ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഇനിയൊരു സുൽത്താനി നമുക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കാം? ഇത് നമ്മൾ ചോദിക്കണേ 3,30,000 രൂപയാണ്. 3,30,000 രൂപ. എന്തെങ്കിലുമൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഈ സുൽത്താനി നമുക്ക് 3 സംതിങ് കൊടുക്കാം. ഓക്കെ, ചോദിക്കണേ 3,30,000 രൂപ നമ്മൾ ചോദിക്കണേ. ചോദ്യം നമുക്ക് എന്തെങ്കിലും കുറച്ചെടുക്കാം. അടുത്ത ഉസ്മാനെ നമുക്ക് എത്ര രൂപ കൊടുക്കാം? ഇത് നമുക്ക് വരുന്നത് 2011 പെട്രോൾ LX വരുന്നത്. സെക്കൻഡ് ഓൺഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. വണ്ടി ഇപ്പോ നിലവിൽ ഓടിയത് 1,32,000 കിലോമീറ്റർ ആണ്. അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഒരു വണ്ടിയാണ്. സീറ്റ് കവർ, സ്റ്റിയറിംഗ് കവർ, മ്യൂസിക് സിസ്റ്റം, AC, പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ ഒക്കെ വരുന്ന വണ്ടിയാണ്. അടിപൊളി വണ്ടിയാണ്. ഇത് 2011 വാഹനം. ഓക്കെ, ടയർ ഭാഗം നമുക്കൊരു 80% ടയർ ഭാഗം കാര്യങ്ങളൊക്കെ വണ്ടിക്ക് വരുന്നുണ്ട്. അത്യാവശ്യം ക്വാളിറ്റിയുള്ള വണ്ടി, തട്ടുമുട്ടും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പൊ ഈ പറഞ്ഞ 2015 ഇപ്പൊ ഈ പറഞ്ഞ 2011 നമുക്ക് 2011 നമുക്ക് ലോൺ ഒരു 80% കൊടുക്കാം. നമുക്ക് 2015 ഫുൾ ലോൺ തന്നെ കൊടുക്കാം. ഫുൾ ലോൺ കൊടുക്കല്ലേ? നമുക്ക് ഫുൾ ലോൺ തന്നെ വണ്ടി ഇറക്കാം. അത്യാവശ്യം പ്രൊഫൈലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ, അത്യാവശ്യം പ്രൊഫൈലും കാര്യങ്ങളും വരുന്നവർക്ക് നമുക്ക് ഫുൾ ലോൺ ആയിട്ട് 2015 കൊടുക്കാം. ഈ 2015 നമ്മൾ ചോദിക്കുന്ന വില 1,90,000 ആണ്. 1,90,000 നമുക്ക് എന്തെങ്കിലും മാക്സിമം ചെയ്തും കൊടുക്കാം. നമ്മൾ കസ്റ്റമറിന് മാക്സിമം നമുക്ക് റേറ്റ് കുറഞ്ഞു കൊടുക്കാം. അപ്പൊ നമ്മളെ ഈ മലപ്പുറം മഞ്ചേരി റൂട്ടിൽ വരുന്ന കാർട്ടനാണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. കറക്റ്റ് റൂട്ട് പറഞ്ഞാല് മലപ്പുറം മഞ്ചേരി റൂട്ടിലാണ് നമ്മളെ ഈ ഷോപ്പ് നിലവിൽ ഇപ്പൊ വരുന്നത്. നേരെ പെട്രോൾ പമ്പിന് നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ഷോപ്പ് നിലവിലുള്ളത്. ഈ വരുന്ന കസ്റ്റമറിന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് റേറ്റും കാര്യങ്ങളൊക്കെ കുറച്ച് സംസാരിക്കാം. പിന്നെ നമ്മളെ ഈ കൊടുത്ത നമ്പർക്ക് വാട്സപ്പ് ചെയ്യാണെങ്കിൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് നമുക്ക് വിട്ടെടുക്കാൻ കഴിയും. എന്ത് ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മളോട് തുറന്ന് ചോദിക്കാം. ഒരു മടിയും കാര്യങ്ങളൊന്നും വേണ്ട. ഒക്കെ നമ്മൾ ഓപ്പൺ ആയിട്ട് തന്നെ പറയുന്നുള്ളൂ. ഇനിയിപ്പോ കിലോമീറ്റർ കുറഞ്ഞ വണ്ടി ഉണ്ടെങ്കിൽ, കിലോമീറ്റർ കൂടുതലുള്ള വണ്ടിയാണെങ്കിൽ കട്ടോ മുട്ടോ കാര്യങ്ങളോ അതേപോലെ അങ്ങനെ എന്തുണ്ടെങ്കിലും നമുക്ക് കസ്റ്റമറിന് ഡയറക്റ്റ് പറഞ്ഞു കൊടുക്കാം. കാരണം എന്താ വെച്ചാൽ എല്ലാരും മോഹിച്ചാണ്ട് എല്ലാരും വണ്ടി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു മോഹം, എല്ലാവർക്കും സ്വപ്നം. അങ്ങനെ ഇനിയിപ്പോ എല്ലാവരും പറയണ്ടേ, ഞാൻ എന്റെ തന്നെ പറയാം, എനിക്ക് തന്നെ വണ്ടി എന്ന് പറഞ്ഞൊരു സ്വപ്നം അങ്ങനെയൊക്കെയാണ്. സത്യസന്ധമായിട്ട് കാര്യം പറഞ്ഞു കൊടുക്കാം. ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ് കാര്യങ്ങളൊക്കെ. ഇതിന് വണ്ടിക്കും കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും തന്നെ എല്ലാം ഒക്കെ ചെക്ക് ചെയ്തിട്ട് ഒരുവിധം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കസ്റ്റമറിന് എന്താ പറയാ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ചന്റെ അടുത്തൊക്കെ നമുക്ക് എന്തെങ്കിലും ഗ്യാരണ്ടി കാര്യങ്ങൾ കൊടുക്കാം. കാരണം അത്രയും ചെക്ക് ചെയ്തിട്ട് നമ്മൾ നോക്കിയിട്ട് നമ്മൾ വണ്ടി എടുക്കുന്നത്. പിന്നെ വണ്ടിന്റെ കാര്യം നമുക്ക് പറയാൻ കഴിയില്ല. ചിലപ്പോൾ വീട്ടിൽ എത്തിക്കാൻ ചിലപ്പോൾ വണ്ടി ഓഫ് ആവും, വണ്ടി ചിലപ്പോൾ ലേറ്റ് എത്തുന്നില്ല, മറ്റുണ്ടാവില്ല, അങ്ങനെയൊക്കെ പറഞ്ഞേക്കാം. ചെറിയ കസ്റ്റമറിനെ നോക്കുക. ഒരു 5,000 ഒക്കെ മേലെ വരുന്ന പണി ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്തു കൊടുക്കാം. നമ്മളെ കസ്റ്റമർ വണ്ടി നമുക്ക് ചെയ്തു കൊടുക്കാം. അങ്ങനെ ചെയ്തു കൊടുക്കാം. നമുക്ക് ചെയ്തു കൊടുക്കാം. അപ്പൊ സുഹൃത്തുക്കളെ, അപ്പൊ നമ്മളെ വീഡിയോ ഇവിടെ
ഇവിടുത്തെ ഈ പാർട്ട് വീഡിയോ കുറെ വണ്ടി ഉണ്ടായാലും നമുക്ക് ചെയ്യാൻ കഴിയില്ല. നമ്മൾ വീഡിയോ ഒരുപാട് ലാഗ് ആയി പോകും. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ പാർട്ട് 1 ആയിട്ട് ഈ വീഡിയോ നമ്മൾ ഇട്ടത്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ചെയ്യാം. നെക്സ്റ്റ് വീഡിയോ ചെയ്തിടാം. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മളെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ആക്കാൻ പോവാണ്. നമ്മളെ കാർട്ടൻ ഗാരേജിലാണ് ഇപ്പൊ നമ്മൾ ഇവിടെ നിൽക്കുന്നത്. നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ കയറി നോക്കിയാൽ ഇതിലേറെ അടിപൊളി ഗിവ് അവേയും അതുപോലെ തന്നെ നമുക്ക് കുറെ ഓഫറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടല്ലേ? കൊടുക്കല്ലേ? അപ്പൊ ഇട്ടിട്ടുണ്ട്. കയറി സപ്പോർട്ടൊക്കെ ഫോളോ ആക്കാം. ഓക്കെ. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മളെ കഴിഞ്ഞ പാർട്ടിൽ ഈ സൈഡത്തെ ഫുള്ള് വീഡിയോ നമ്മൾ എടുത്തിരുന്നു. അപ്പൊ കുറെ എൻക്വയറീസ് വന്നു, മാഷാഅല്ലാഹ്. അപ്പൊ ഇന്ന് നമ്മള് സെക്കൻഡ് പാർട്ടിട്ട് വന്നിക്കാണല്ലേ? നമ്മൾ സെക്കൻഡ് പാർട്ടിക്ക് വന്നിക്കാണ്. നമ്മള് ഫസ്റ്റ് പാർട്ടി ചെയ്തതിൽ ഇന്ന് നമ്മള് ലാസ്റ്റ് ഡെലിവറി ആയി വന്ന് ഇന്ന് ഡെലിവറി ഉണ്ട് നമുക്ക് ഉച്ചയ്ക്ക് ശേഷം. മാഷാഅല്ലാഹ്. അപ്പൊ നമുക്ക് സെക്കൻഡ് പാർട്ടിന്റെ ഫസ്റ്റ് വണ്ടി കാണാം. അതെ, കാണാം. ഇപ്പൊ നമ്മളെ അടുത്തുള്ള വണ്ടി പറഞ്ഞാൽ 2011 മോഡല് SS4 ആണ്. ഈ വണ്ടി പറഞ്ഞാൽ നമ്മള് നിലവിൽ ഇപ്പോൾ ഓടിയത് 1,34,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഉൾഭാഗം കാണിച്ചു കൊടുക്കാൻ നല്ല വൃത്തി നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. തട്ട് മുട്ട് കാര്യങ്ങളൊന്നുമില്ല. 4 ടയർ 100% പറഞ്ഞ് കൊടുക്കുക. അടുത്ത കൊല്ലം പേപ്പർ വരും. 2026 പേപ്പർ വരും വണ്ടിക്ക്. ഇപ്പൊ നിലവിലുള്ളത് 4ാമത്തെ ഓണർഷിപ്പിലാണ് ഈ വണ്ടി ഉള്ളത്. ഓട്ടം 1,34,000 രൂപ. അല്ല, 34,000 റേറ്റ് ഉദ്ദേശിച്ച ടയർ ഭാഗം കാണിച്ചു. ഡീസൽ വണ്ടിയാണല്ലേ? ഡീസൽ വണ്ടിയാണ്, ഫ്യൂല് വരുന്നത്. അതേപോലെ ഉൾഭാഗം കാണിച്ചു കൊടുക്ക്. അത്യാവശ്യം ഒരു ലക്ഷറി വണ്ടിയാണ്. ആൻഡ്രസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അടിപൊളി വണ്ടി, സെഡാൻ ടൈപ്പ്. സെഡാൻ ടൈപ്പിൽ ഏറ്റവും വില കുറച്ച് നോക്കുന്ന ആൾക്കാർക്കൊക്കെ പറ്റിയ വണ്ടി, യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു വണ്ടിയാണ്. അത്യാവശ്യം മൈലേജും കിട്ടും. ഒരു 18 കിലോമീറ്റർ മൈലേജും കിട്ടും. നമുക്ക് ഇതിന് ലോണും കൊടുക്കാം. നമുക്ക് എത്ര രൂപയ്ക്ക് ഈ വണ്ടി ഇറക്കി കൊടുക്കാം? ഈ വണ്ടി നമുക്ക് ചോദിക്കണത് 2,10,000 രൂപ. 2 ലക്ഷം. അപ്പൊ നമുക്ക് ലോൺ ഡൗൺ പേയ്മെന്റ് ഒക്കെ എത്ര കിട്ടും? ഡൗൺ പേയ്മെന്റ് നമുക്ക് ഒരു 50,000 രൂപ ഈ വണ്ടിക്ക് വേണ്ടി. ഈ വണ്ടി ഇറക്കി 2011 ആയതുകൊണ്ടാണ് അത്രയും ഡൗൺ പേയ്മെന്റ് വരുന്നത്. ഇത്ര വരില്ല. നമുക്ക് അടുത്ത വണ്ടിക്ക് പോവാം. അടുത്തത് നല്ലൊരു അടിപൊളി കിഡ് ഓട്ടോമാറ്റിക് ആണ്. 2017 മോഡല് പെട്രോൾ വണ്ടിയാണ്. ഓട്ടോമാറ്റിക് കാണിച്ചു. പെട്രോൾ വണ്ടി. ഇപ്പൊ നിലവിലുള്ളത് 3ാമത്തെ ഓണർഷിപ്പാണ് വണ്ടി ഉള്ളത്. 84,000 കിലോമീറ്റർ അപ്പൊ വണ്ടി നമ്മൾ ഓടിയിട്ടുള്ളത് നിലവിൽ. അത്യാവശ്യം ക്ലീൻ ആൻഡ് വൃത്തിയുള്ള വണ്ടിയാണ്. തട്ടുമുട്ടൊന്നും നമ്മളെ വണ്ടിക്ക് ഇല്ല. അത്യാവശ്യം വൃത്തിയുള്ള ഒരു വണ്ടിയാണ്. സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്. ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്. അത്യാവശ്യം എല്ലാ ഫീച്ചറും ഒരു അടങ്ങിയിരിക്കുന്ന ഒരു വണ്ടിയാണ്. നമുക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കാം? അപ്പൊ നമ്മൾ ചോദിക്കുന്ന ഈ വണ്ടിക്ക് 2,90,000 രൂപയാണ്. നമുക്ക് അതിന് നമ്മളെ കസ്റ്റമർക്ക് എന്തെങ്കിലും കുറച്ചും കൊടുക്കാം. ഡൗൺ പേയ്മെന്റ് എത്ര രൂപയ്ക്ക് ഈ വണ്ടി ഇറക്കാം? ഈ വണ്ടി നമുക്ക് ഫുൾ ഓൺലൈൻ ചെയ്യാം. മുടക്കില്ലാതെ നമുക്ക് ഫുൾ ഓൺ നമുക്ക് 2017 കിഡ് ഓട്ടോമാറ്റിക് നമുക്ക് കസ്റ്റമർ. അപ്പൊ ഈ ലൈസൻസ് ഒക്കെ എടുത്താണ്ട് ലേഡീസിനൊക്കെ പഠിച്ചിറങ്ങാൻ പറ്റിയ, ലേഡീസിനും ജെന്റ്സിനും ഒക്കെ പറ്റും. അത്യാവശ്യം 18 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. അതെ, ഇനി ലേഡീസിനൊക്കെ മറ്റേ ഓട്ടോമാറ്റിക് നോക്കുന്ന ടീം ഉണ്ടാവും. അവർക്കും ബെറ്റർ ആണ്. ഇതാണ് ഇതിന്റെ ഓട്ടോമാറ്റിക്കിന്റെ നോബ് ഒന്ന് കാണിച്ചു കൊടുത്ത ഉള്ളിൽ ഭയങ്കര രസം കാണാന്. നമ്മളൊരു ആഡംബര വണ്ടിയിലൊക്കെ പോലെ മറ്റേ നോബാണ് തിരിക്കണ. സാധാ ഗിയർ അല്ല. കണ്ടോ? ഓക്കെ. അപ്പൊ സുഹൃത്തുക്കളെ, ഇതിപ്പോ നമുക്ക് എത്ര രൂപയ്ക്ക് ഫുൾ ഓണിൽ ചെയ്ത് കൊടുക്കാം? ഫുൾ ഓണിൽ ചെയ്ത് കൊടുക്കാം. നമ്മൾ ചോദിക്കുന്ന 2,90,000 രൂപയാണ്. നമുക്ക് കസ്റ്റമറിന് കുറച്ച് കൊടുക്കാം. ഓക്കെ. അപ്പൊ ടയറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വണ്ടിയാണ്. തട്ടുമുട്ടൊന്നുമില്ല. നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. വാട്സപ്പ് നിങ്ങളെല്ലാം അയച്ചു കൊടുക്കാം. വാട്സപ്പ് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കാം. അടുത്ത വണ്ടി നമുക്ക് പരിചയപ്പെടാം. ഇത് കരിമ്പൊലി ചീറ്റപ്പൊളി സാധനം. കരിമ്പൊലി എന്ന് പറയാ, ബ്ലാക്ക് ആയതുകൊണ്ട്. ഇത് 2009 ആണ്. 2009 മോഡല്. 2009 മോഡല് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. 1,14,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അത്യാവശ്യം വണ്ടി നല്ല വൃത്തിയുള്ള ഒരു വണ്ടിയാണ്. 2009 വെച്ച് നോക്കുമ്പോൾ നല്ലൊരു വൃത്തിയുള്ള വണ്ടിയാണ്. 29 വരെ പേപ്പർ എടുത്ത വണ്ടിയാണ്. അപ്പൊ ഇനി പേപ്പർ ഭാഗം കസ്റ്റമർ ചിന്തിക്കാനില്ല. അപ്പൊ കസ്റ്റമറിന്റെ അടുത്ത് ഓടിയാൽ മതി. ടയർ ഭാഗം ഒരു 50% അടുത്ത് ടയർ ഭാഗം ഉണ്ട്. അലോയ് എല്ലാം അലോയിന്റെ ഒരു കട്ടുണ്ട് നമ്മളെ അലോയില്. അത് കാണിച്ചു കൊടുത്താൽ അലോയില് എന്താ നമ്മുടെ അടിയത്തെ 4 ടയറും അത്യാവശ്യം നല്ല കട്ടുള്ള ടയറാണ്. 2009 മോഡൽ കേട്ടോ. ഇതിന്റെ ബാക്കിങ് കണ്ടോളി. എത്ര രൂപയ്ക്ക് കൊടുക്കാം? നമ്മൾ ചോദിക്കുന്ന 1,90,000 രൂപയാണ്. എന്തെങ്കിലും ചെറുതായിട്ട് നമുക്ക് നെഗോഷിയേറ്റ് കുറച്ച് കൊടുക്കാം. അപ്പൊ ലോണില് ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റൂലേ? ഇത് നമുക്ക് ചെറിയൊരു സംഖ്യ കിട്ടുള്ളൂ. മോഡൽ കുറഞ്ഞതായതുകൊണ്ട് ഒരു ഉറുപ്പ്യൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഉറുപ്പ്യൊക്കെ നമുക്ക് ഫിനാൻസ് ചെയ്യാനുള്ള പ്രതീക്ഷിക്കാം നമുക്ക്. എന്നാലും അത്യാവശ്യം ചെറുക്കന്മാർക്കൊക്കെ കൊണ്ടെടുക്കാൻ പറ്റും. ഒരു മോഡിഫിക്കേഷൻ വണ്ടിയാണ്. അതെ. രസമുള്ള വണ്ടിയാണ്. കറുപ്പിന് കറുപ്പും അല്ലേ? അപ്പൊ സുഹൃത്തുക്കളെ,
സ്വിഫ്റ്റ് ഡിസയർ കുറഞ്ഞ മോഡലൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി വണ്ടിയാണ്. അടുത്ത നമുക്ക് വന്നിട്ടുള്ളത് എല്ലാവരും ചോദിച്ചെടുക്കേണ്ട ലിവ പെട്രോൾ ആണ് 16-17. ലിവ പെട്രോൾ ആണ് 16-17. 16 രജിസ്ട്രേഷൻ 17 രജിസ്ട്രേഷൻ. ഓക്കെ. മൂന്നാമത്തെ ഓണർ ഇപ്പൊ നിലവിൽ ഉള്ളത് ജി ആണ് ഓപ്ഷൻ വരുന്നത്. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ നല്ല കാര്യങ്ങളും നല്ല ഉഷാറാണ്. വണ്ടി അടിപൊളിയാണ്. ഇപ്പൊ നിലവിലുള്ള കിലോമീറ്റർ 78,000 കിലോമീറ്റർ ആണ്. ജെനുവിനാണ് പറയുന്നില്ല. നിലവിൽ കാണിക്കുന്നു 78,000 കിലോമീറ്റർ ആണ്. ഇത് റീ വണ്ടിയാണോ? അത് നമ്മളെ കേരള വണ്ടി അല്ല, റീ ആണ്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ കിലോമീറ്റർ കൊടുക്കാത്തത്. ചെക്ക് ചെയ്തിട്ട് എടുക്കാം. കസ്റ്റമർ നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് എടുക്കാം. അതാവും നന്നാവുക. അപ്പോ ഇത് നമുക്ക് ഇപ്പൊ എത്ര രൂപയ്ക്കൊക്കെ കൊടുക്കാം? ഇത് നമ്മളിപ്പോ ചോദിക്കുന്ന നിലവിൽ 3.75 നമ്മൾ ചോദിക്കണേ. നമുക്ക് ഓൺ ഓഫർ ആയിട്ട് എന്തെങ്കിലും കുറച്ച് കൊടുക്കാം. ഇവക്ക് എത്രക്ക് കൊടുക്കാന്ന് ചോദിച്ചാല് നമുക്ക് ഒരു 3 റുപ്യ കിട്ടിയാ നമുക്ക് കുറച്ച് കൊടുക്കാം. ലാസ്റ്റ് റേറ്റ് ആണ്. അതിൽ പിന്നെ ചോദിക്കരുത്, കുറഞ്ഞ അതിമൊന്നുമില്ല. ലാസ്റ്റ് റേറ്റ് നമ്മൾ ചോദിക്കണം 3 ലക്ഷം രൂപ ഈ വണ്ടിക്ക്. 2011 ആയ ലിവ ആയതുകൊണ്ട് നമ്മളവിടെ മാർക്കറ്റുള്ള വണ്ടി ആയതുകൊണ്ടും ഫുൾ ലോൺ കിട്ടും നിഗമനം. കിട്ടും, ഏകദേശം ഫുൾ ലോൺ കിട്ടും ഈ വണ്ടിക്ക്. കിട്ടൂല. കസ്റ്റമറിന് പേടിക്കാനൊന്നുമില്ല. ലോൺ ഫുൾ ലോൺ കിട്ടും. നേരെ നമ്പർക്ക് വിളിച്ചോളി. ഡുവൽ ടോൺ കളറാണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. നല്ല അടിപൊളി വണ്ടിയാണ്. ഏത് ഇത് സ്റ്റിക്കറാണ്. ഇത് ഇതിക്ക് മാറ്റിയാണ്. നല്ലത് പെയിന്റ് ആണ്. പെയിന്റ് ആണ്. ഞാൻ അവിടെ കണ്ട സ്റ്റിക്കർ പോലെ തോന്നി. ഇത് പെയിന്റ് ആണ്. ഡുവൽ ടോൺ 2017 അല്ലേ? ഡുവൽ ടോൺ തന്നെ ഇറങ്ങുള്ളൂ. ഡുവൽ ടോൺ തന്നെ എനിക്ക് തെറ്റിയതാണ്. അത്യാവശ്യം വൃത്തിയുള്ള വണ്ടിയാണ്. സംശയങ്ങൾ നമുക്ക് പറഞ്ഞു തീർക്കണല്ലോ. മറ്റേ കമന്റ് ബോക്സിലാണല്ലോ പിന്നെ നമുക്കുള്ളത്. അടുത്തതായിട്ട് അടുത്ത നമ്മുടെ അടുത്ത് 2012 വാഗനർ ആണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന വാഗനർ ആണ്. 1,15,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. അത്യാവശ്യം ക്ലീൻ ആൻഡ് നീറ്റഡ് വണ്ടിയാണ്. VXA ആണ് വണ്ടി ഇപ്പൊ നിലവിൽ വരുന്നത്. 4 ഡോർ പവർ വിൻഡോ വരും, ബാക്ക് വൈപ്പർ വരും, അതേപോലെ മ്യൂസിക് സിസ്റ്റം വരും, സീറ്റ് കവർ കാര്യങ്ങൾ എല്ലാം നല്ല വൃത്തിയുള്ള ഒരു വണ്ടിയാണ്. അല്ല, ഇനി ഒരു കാർ എടുക്കുന്ന ഫാമിലിക്ക് എടുക്കാൻ പറ്റിയ ഒരു വണ്ടിയായിട്ട് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി വണ്ടിയാണ്. നമുക്ക് കസ്റ്റമറിന് എന്താ പറയാ 100% എഞ്ചിൻ വാറണ്ടി ആണ് കൊടുക്കാൻ വണ്ടി. ഈ വണ്ടി നല്ല എല്ലാ വണ്ടിയും നമുക്ക് കസ്റ്റമറിന് ഒരു 100% കൊടുക്കാം. നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ചെക്കിംഗ് വാറണ്ടി ഒക്കെ ആയിട്ട് എന്തെങ്കിലും കൊടുക്കാം കസ്റ്റമറിന്, പ്രശ്നമില്ല. പിന്നെ ഈ ഉൾഭാഗം കാണിച്ചെടുത്തോ? ഓക്കെ. നമുക്ക് എത്ര രൂപയ്ക്ക് ഇറക്കി കൊടുക്കാം? ഇതിപ്പോ നമ്മൾ ചോദിക്കുന്നത് 2.5 ലക്ഷം രൂപയാണ്. നമ്മളെ പാർക്കിംഗ് സൈഡ് വണ്ടി ആണ് വില കുറച്ച് കൂടുതൽ പോലെ തോന്നുന്നു. നമുക്ക് 2.5 ലക്ഷം രൂപയാണ് നമ്മളെ കസ്റ്റമർ നമ്മളോട് ചോദിക്കണേ. അപ്പൊ നമ്മളാ വില പറഞ്ഞു. നമുക്ക് ഇവിടെ വന്നിട്ട് ടേബിളിൽ ഇരുന്നിട്ട് അങ്ങോട്ട് വിളിച്ചു നോക്കാം. എന്തെങ്കിലും ചെറുതായിട്ട് നമുക്ക് കുറച്ചെടുക്കാം. ലോൺ നമുക്ക് ചെയ്യുകയാണെങ്കിൽ 2 ലക്ഷം റുപ്യന്റെ അടുത്ത് നമുക്ക് ഈ വണ്ടി ചെയ്തു കൊടുക്കാം. ഡൗൺ നമുക്ക് ഒരു 10-40 റുപ്യന്റെ വണ്ടി നമുക്ക് ഇറക്കാം. അപ്പൊ ഇനി അടുത്തത് വരുമ്പോൾ നമുക്ക് ഒരു സെഡാൻ ടൈപ്പ്. അടുത്തത് വരുന്നത് ഫോർഡിന്റെ ഫിഗോ ആസ്പിയർ ആണ്. ഈ വണ്ടി നമുക്ക് ഫുൾ ലോൺ കസ്റ്റമർ ചെയ്തു കൊടുക്കാം. 2017 രജിസ്റ്റർ ഉള്ള വണ്ടിയാണ്. പെട്രോൾ വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് നിലവിലുള്ളത്. വെറും 74,000 കിലോമീറ്റർ ഓടിയിട്ടേ ഉള്ളൂ. ഈ വണ്ടി നമുക്ക് ഫുൾ ലോണിൽ നമുക്ക് കസ്റ്റമർ ചെയ്തു കൊടുക്കാം. നല്ല അടിപൊളി വണ്ടിയാണ്. മോഡൽ വരുന്ന ബേസ് മോഡലാണ്. 2 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, അതേപോലെ AC, പവർ സ്റ്റിയറിംഗ്, അത്യാവശ്യം ഡിക്കും കാര്യങ്ങളൊക്കെ നല്ല വലുപ്പമുള്ള ഒരു വണ്ടിയാണ്. നല്ല നീറ്റ വണ്ടിയാണ്. സീറ്റ് കവർ ഉണ്ട്, എല്ലാതും ഉണ്ട്. മ്യൂസിക് സിസ്റ്റം ഉണ്ടല്ലോ വണ്ടിക്ക്? മ്യൂസിക് സിസ്റ്റം ഉണ്ട്. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ഉള്ള വണ്ടിയാണ്. പിന്നെ എല്ലാവരും പറയുന്നുണ്ട് ഫോർഡ് അടുത്ത് പോലെ തിരിച്ചു വരും എല്ലാവരും പറയുന്നത് കേൾക്കും. ഞാനും കേട്ടു. അതേപോലെ വരുമോ ഇല്ല അറിയില്ല. പക്ഷെ എല്ലാവരും പല അഭിപ്രായം പറയുന്നുണ്ട്. ചിലവർ പറയുന്നുണ്ട് വരുന്നുണ്ട്, ചിലവർ വരുന്നില്ല, അങ്ങനെയും പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് വരിക കാരണം വന്നു കഴിഞ്ഞാൽ ഇതിനൊക്കെ മാർക്കറ്റ് ഇനിയും കൂടും. എടുത്തവർക്ക് നഷ്ടം വരില്ല. ഫോർഡ് കമ്പനി പൂട്ടി പോയിട്ടില്ല. എപ്പോഴും നിലവിൽ നല്ല സർവീസ് ചെയ്തു കൊടുക്കുന്നുണ്ട് കമ്പനി. നമ്മളെ മലപ്പുറത്ത് തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട് സർവീസ്. ഇപ്പോഴും നിലവിൽ ചെയ്തു കൊടുക്കുന്നുണ്ട് ഫോർഡിന്റെ വണ്ടി. ഇത് നമുക്ക് 2.5 ലക്ഷം റുപ്യ നമ്മൾ ചോദിക്കണേ. അതിലെന്തെങ്കിലും ചെറുതായിട്ട് കുറച്ച് കൊടുത്ത് ഫുൾ ലോൺ ആയിട്ട് നമുക്ക് ഈ വണ്ടി കൊടുക്കാം. ഫുൾ ലോൺ ആയിട്ട് നമുക്ക് ഈ വണ്ടി ചെയ്തു കൊടുക്കാം. പിന്നെ അടുത്ത് വീണ്ടും വാഗനർ തന്നെ വരുന്നത്. 2011 VXI പെട്രോൾ ആണ്. തേർഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ്. 1,16,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അത്യാവശ്യം വൃത്തി നീറ്റുള്ള വണ്ടി. VXI ആണ് വണ്ടി വരുന്നത്. 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, അതേപോലെ മ്യൂസിക് സിസ്റ്റം, സീറ്റ് കമ്പനി സീറ്റ് കവർ. ഒരു എന്താ പറയുക ചളി പോലില്ല, വൃത്തിയുള്ള സീറ്റ് കവറാണ്. നല്ല വൃത്തിയുള്ള സീറ്റ് കവറാണ് വരുന്നത്.
KL 53 പെരിന്തൽമണ്ണ വണ്ടിയാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. തുരുമ്പും കരിമ്പൊന്നും ഉണ്ടാവില്ല, നല്ല വണ്ടിയാണ്. അത്യാവശ്യം നമുക്ക് ഗ്യാരണ്ടി ആണ് കൊടുക്കാം. നല്ല അത്യാവശ്യം 66 ടയറും ഉണ്ട് അല്ലേ? എങ്ങനെ 66% ടയറും ഉണ്ട്. ടയർ 66 പറയാം, ഒരു 73 കൂട്ടാ. അത്ര പറഞ്ഞ് നമുക്ക് കൊടുക്കാം. അത്ര ആണെങ്കിലും കൊടുക്കാം നമുക്ക് ഇൻഷാ അല്ലാഹ്. പിന്നെ ഇതിപ്പോ നമ്മൾ ചോദിക്കണ വില 2,20,000 രൂപയാണ്. നമുക്ക് എന്തെങ്കിലും മട്ടമ്പാറ കൊടുക്കാം നമ്മളെ കസ്റ്റമർ. നമുക്ക് ഡൗൺ പേയ്മെന്റ് എത്ര ഇട്ട് കൊടുക്കാം? ഇത് നമുക്കൊരു ഡൗൺ പേയ്മെന്റ് ₹1 വേണം. ₹1 ഡൗൺ പേയ്മെന്റിൽ നമുക്ക് വണ്ടി ഇറക്കാം. ₹1 ഡൗൺ പേയ്മെന്റ് നമുക്ക് ഈ വണ്ടി ഇറക്കാം. എന്നാലും അത്യാവശ്യത്തിന് നമുക്ക് വിളിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നമുക്ക് റെഡി ആക്കാം അല്ലെ? റെഡിയാക്കി കൊടുക്കാം. ഓക്കെ. അടുത്തത് വന്നിട്ടുള്ളത് നല്ലൊരു മോഡൽ കൂടിയ ഒരു വണ്ടിയാണ് അല്ലെ? ഫുൾ ഓൺ കയറ്റി കൊടുക്കാൻ പറ്റിയ നല്ലൊരു ആൾട്ടോ. 2021 മോഡലാണ് നമ്മളെ ആൾട്ടോ വരുന്നത്. ഓക്കെ. സിംഗിൾ ഓണർഷിപ്പ് നിൽക്കുന്ന വണ്ടിയാണ്. ഇപ്പൊ നിലവിൽ ഓടിയത് കിലോമീറ്റർ പറഞ്ഞാൽ 71,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അത്യാവശ്യം ഫീച്ചറുള്ള വണ്ടിയാണ്. സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്, മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്, സീറ്റ് കവർ കമ്പനി സീറ്റ് കവറാണ്, ഒരു ചളി പോലും ഇല്ലാത്ത സീറ്റ് കവറാണ്. പിന്നെ AC, പവർ സ്റ്റിയറിംഗ്, എയർ ബാഗ് വരുന്ന വണ്ടിയാട്ടത്. ഇത് ഓൾറെഡി വരുന്ന സീറ്റ് കവർ ആണല്ലേ? അത് കമ്പനി കൊടുത്ത സീറ്റ് കവറാണ്. പിന്നെ വണ്ടിയിൽ എയർ ബാഗ് വരുന്നുണ്ട്, ABS വരുന്നുണ്ട്, ബാക്ക് സെൻസർ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ഫീച്ചറുള്ള വണ്ടിയാണ്. നല്ല വൃത്തിയാണ് കേട്ടോ. സിംഗിൾ ഓണർഷിപ്പിന്റെ ആ വൃത്തി നമുക്ക് കാണുന്നുണ്ട്. നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. KL 55 തിരൂർ രജിസ്ട്രേഷൻ ഉള്ള വണ്ടിയാണ്. ബാക്ക് സെൻസർ വരുന്നുണ്ട് വണ്ടിക്ക്. ഇനി വാണ്ടിക്ക് ഒരു എന്താ പറയാ ക്യാമറയും കാര്യങ്ങളും വെക്കാം. വണ്ടി ഒന്നും വൃത്തി വരും. അത്യാവശ്യം ടയർ ഒരു 100% തന്നെ പറയാൻ പറ്റിയ 4 ടയറുള്ള വണ്ടി തന്നെയാണ് നമ്മുടെ അടുത്ത് വരുന്നത്. 98.99% ടയറും ഉണ്ട്. അത്ര പറഞ്ഞ് നമുക്ക് കൊടുക്കാം. അപ്പൊ നമുക്ക് ഇത് എത്ര രൂപയ്ക്ക് കൊടുക്കാം? ഈ വണ്ടി ഇപ്പൊ നമ്മൾ ചോദിക്കണേ 3,30,000 രൂപയാണ്. നമ്മളെ കസ്റ്റമർ നമുക്ക് എന്തെങ്കിലും കുറച്ച് കൊടുക്കാം. ഡൗൺ പേയ്മെന്റ് ഇല്ല, സീറോ ഡൗൺ പേയ്മെന്റിൽ അത് നമുക്ക് ഫുൾ ഓണിൽ നമുക്ക് ഈ വണ്ടി ചെയ്യാം. ഇറക്കി കൊടുക്കാം തീർച്ചയായിട്ടും. പോലെട്ടാ ഞങ്ങൾ വീഡിയോ എടുക്കലാണ്. പിന്നെ എന്ത് പറഞ്ഞോളി പറഞ്ഞോളി വരും. 2011 2010 അവിടെ ചോദിക്കുന്നുണ്ട്. നേരത്തെ കസ്റ്റമർ വന്നിരുന്നു, അതുകൊണ്ടാണ് ലാഗായി പോയി. നമുക്ക് അടുത്ത വണ്ടി പറയാം. അടുത്തത് നമുക്ക് നല്ല അടിപൊളി ഐറ്റം തന്നെയാണല്ലോ. അതിന്റെ ഐറ്റം 2008 മോഡലാണ് വരുന്നത്. ഇപ്പൊ നിലവിൽ 4th ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. 56 കിലോമീറ്റർ നമുക്ക് വണ്ടി നിലവിൽ ഓടിയിട്ടുള്ളൂ. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. അത്യാവശ്യം സീറ്റോറും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. 2 ഡോർ പവർ വിൻഡോ, AC, സെൻട്രൽ ലോക്ക്, മ്യൂസിക് സിസ്റ്റം ഒക്കെ വരുന്ന ഒരു വണ്ടിയാണ്. ചെറുവിലയില് ചെറിയ വണ്ടി അന്വേഷിക്കുന്നവർക്ക് ഉത്തമമുള്ള വണ്ടി തന്നെയാണ്. അത്യാവശ്യം വൃത്തിയുള്ള കാര്യങ്ങളുണ്ട്. സ്റ്റെപ്പിന് കാര്യങ്ങൾ തുരുമ്പൊന്നും ഇല്ലാതെ നല്ലൊരു വണ്ടിയാണ്. ഓക്കെ. അപ്പൊ ഇത് നമുക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കാം? നമ്മൾ ചോദിക്കണേ 1,10,000 രൂപ ചോദിക്കണേ. കസ്റ്റമറിന് കുറച്ച് കൊടുക്കാം. ഡൗൺ പേയ്മെന്റിന്റെ ഒക്കെ എങ്ങനെയൊക്കെ ഇത് ഡൗൺ പേയ്മെന്റ് കിട്ടുമോ? ഇത് നമുക്ക് പ്രയാസമാണ്. എന്നാലും നമുക്ക് നമ്മുടെ കസ്റ്റമറിന് വേണ്ടി പൗതിയിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ ചെറിയ വിലക്കൊക്കെ നല്ല അടിപൊളി വണ്ടികളൊക്കെ അടിപൊളി വണ്ടിയാണ്. പറ്റിയ വണ്ടിയാണ്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി നോക്കുന്നവർക്കൊക്കെ പറ്റിയ വണ്ടിയല്ലേ? നല്ല വണ്ടിയാണ് അല്ലേ? അപ്പൊ ഇനി നമ്മളെ ഫ്രണ്ടിക്ക് വരുമ്പോ അവിടെ ഒരു കിളിക്കുഞ്ഞ് നോക്കണം. പിന്നെ തിളങ്ങി ഇത് നമ്മളെ കസ്റ്റമറിന് ഫുൾ ഓൺ ആയിട്ട് വണ്ടി കൊടുക്കാം. 2017 സിംഗിൾ ഓണർ വണ്ടിയാണ്. 86,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ഇത് നമുക്ക് ഫുൾ ഓൺ ആയിട്ട് ഒരു എന്താ പറയാ ഒറ്റ വില പറയാം നമുക്ക്. അതിൽ നമുക്ക് കസ്റ്റമർ ഈ വണ്ടി കൊടുക്കാം. അപാധകൾ ഈ വണ്ടിക്ക് ഉണ്ട്, അത് നമ്മൾ പറഞ്ഞു തരും. ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നത് 2,20,000 നമ്മൾ ഈ വണ്ടിക്ക് ലാസ്റ്റ് റേറ്റ് ചോദിക്കണേ. 2017 സിംഗിൾ ഓണർ വണ്ടി, 86,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2,20,000 രൂപക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം. 2,20,000 രൂപയ്ക്ക് കൊടുക്കാം. അപ്പൊ നമ്മൾ ഈ വണ്ടിക്ക് വരുന്ന അപാധകൾ നമുക്ക് പറഞ്ഞു കൊടുക്കാം. കസ്റ്റമർ വിളിക്കുമ്പോൾ കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. എന്നാലും ഏകദേശം ഒന്ന് പറഞ്ഞു കൊടുക്കാം നമുക്ക് വീഡിയോ കൂടെ പറഞ്ഞു കൊടുക്കാനാണെങ്കിൽ ഫ്രണ്ടേജ് ഒന്ന് തട്ടുണ്ട്. മെയിൻ ആയിട്ട് പറയാൻ അതന്നെ ഉള്ളൂ. ടോട്ടൽസ് ആയിട്ടില്ല, വണ്ടി ചെറിയൊരു തട്ടുണ്ടെന്നുള്ളൂ. ഫ്രണ്ടിൽ ജസ്റ്റ് ഒന്ന് തട്ടിയിട്ടുണ്ട്. എങ്ങനെ ഫ്രണ്ട് തട്ടിനെ ഫ്രണ്ടേജ് തട്ടിയുള്ളൂ. നമുക്ക് കസ്റ്റമർ പറഞ്ഞു കൊടുക്കാം. അങ്ങനെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു കൊടുക്കാം. ഫോട്ടോസും കാര്യങ്ങളും നമ്മൾ എടുത്തിട്ടുണ്ട്, അതിനൊക്കെ കസ്റ്റമർ കൊടുക്കാം. അപ്പൊ ഇത് നമുക്ക് ഫുൾ ലോണും ക്രെഡിറ്റ് കൊടുക്കാം. ഇത് നമുക്ക് ഫുൾ ലോണിൽ ഒറ്റ വില 2,20,000 രൂപ ഒറ്റ വില. 2017 മോഡല്. അങ്ങോട്ടുമില്ല അതിന് ഇനി കുറെ അയച്ചു തരരുത്. അത് നമുക്ക് കസ്റ്റമർ ലാസ്റ്റ് ആയിട്ട് കൊടുക്കാം. അപ്പൊ നീലക്കുയിലിന് നമുക്ക് അങ്ങനെ കൊടുക്കാം. നീലക്കുയിലിന് നമുക്ക് കൊടുക്കാം. അപ്പൊ അടുത്ത 2012 ആൾട്ടോ തന്നെയാണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ തന്നെ വണ്ടിയാണ്. വെറും 80,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അത്യാവശ്യം ക്ലീൻ ആൻഡ് നീറ്റുള്ള വണ്ടിയാണ്. ഇത് നമുക്ക് കൊടുക്കാം ഒരു 1,65 കൊടുക്കാം. നമുക്ക് 2012 1,65 നമുക്ക് കൊടുക്കാം. 1,65 കൊടുക്കാം. ആൾട്ടൊക്കെ ഓഫറിൽ പോട്ടെ. അത്യാവശ്യം സീറ്റ് കവർ കാര്യങ്ങൾ സ്റ്റിയറിംഗ് കവർ ഒക്കെ കാണിച്ചു കൊടുക്കണം. ഫീച്ചർ കാണിച്ചു കൊടുത്തോ.
അത്യാവശ്യം സീറ്റർ നല്ല വൃത്തിയുള്ള വണ്ടി ഉണ്ടോ, സിൽവർ ആണ്. നമുക്ക് 2 നമ്പർ പ്ലേറ്റ് മാറാണ്ട്, രണ്ടും മാറി കഴിഞ്ഞാൽ ഒന്നും കൂടി വൃത്തിയിടും. നമുക്ക് മാറ്റി കൊടുക്കാം. വേറെ പണി പറഞ്ഞാൽ ഈ വണ്ടി ഇല്ല, അത്യാവശ്യം ടയറും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. 1,65 റുപ്യക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം. ഇതിൽ നമുക്ക് ചെറുതായിട്ട് എന്തെങ്കിലും കുറച്ചും കൊടുക്കാം. എങ്ങനെ പൊട്ടിച്ചെടുക്കാന് പിരാന്തായിട്ടല്ല, ഇപ്പൊ ഈ മഴക്കാലല്ലേ, ആൾക്കാർ എടുക്കട്ടെ. പിരാന്തായിട്ടല്ല. അടുത്ത് തന്നെ നമുക്ക് ബ്രിയോ ആണ്. അതെ, 2012 വണ്ടി. കരിമുട്ടി നമ്മളെ ബ്രിയോ നമുക്കൊരു ഓഫർ പ്രൈസിൽ നമുക്ക് കൊടുക്കാം. ഓഫർ പ്രൈസിൽ കൊടുക്കാൻ കാരണം ഓൺഷിപ്പ് നമുക്ക് ഈ വണ്ടി കുറച്ച് കൂടുതലാണ്. അല്ലാത്ത വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓട്ടം 62,000 കിലോമീറ്റർ നമുക്ക് ഈ വണ്ടി ഓടിയിട്ടുള്ളൂ. അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു വണ്ടിയാണ്. ഇപ്പൊ 4 ഡോർ പവർ വിൻഡോ. അടുത്ത ഐഫൊക്കെ നമുക്കൊരു ഓഫർ പ്രൈസിൽ കൊടുക്കാൻ പറ്റിയ വണ്ടി തന്നെയാണ്. 2012 അടിപൊളി വണ്ടിയാണ്. എവിടെ കൊണ്ടിട്ടാലും 4 ആൾ നോക്കുന്ന ഒരു വണ്ടിയാണ്. ഹോണ്ടന്റെ ബ്രിയോ. ഇതിപ്പോ മോഡൽ വരുന്നത് 2012 മോഡലാണ്. ഇത് നമുക്ക് ഓഫർ പ്രൈസിൽ കൊടുക്കാൻ കാരണം വണ്ടി തട്ടുമുട്ടൊന്നുമില്ല. ഓണർഷിപ്പ് നിലവിൽ ഇപ്പൊ 5ാമത്തെ ഓണർഷിപ്പ് നിലവിലുള്ളത്. ആ കാരണത്താൽ നമുക്ക് ഒരു ഓഫർ പ്രൈസിൽ വണ്ടി കൊടുക്കാം. 2,30,000 റുപ്യക്ക് 12 മോഡൽ വണ്ടി നമുക്ക് കസ്റ്റമറിന് കൊടുക്കാം. അത് ലാസ്റ്റ് വരണം. അതിൽ കുറച്ച് ചോദിക്കരുത്. 2,60,000 മാർക്കറ്റ് വരുന്ന ഒരു വണ്ടിയാണ് നമുക്ക്. ഞാൻ പിന്നെ പറയാൻ ഇയാൾക്ക് പിരാന്തായിക്കും. എന്താ ചങ്ങായി, മഴക്കാലത്ത് ഇജ്ജാതി വില കമ്മിക്ക് ഇനി മലപ്പുറം ജില്ലയിൽ നിങ്ങൾക്ക് എവിടെയും കിട്ടൂല. 2012 ആണ്. 5th ഓണർഷിപ്പിൽ വരുന്ന വണ്ടി. 62,000 കിലോമീറ്റർ ഓടിച്ചുള്ളൂ. ജെന്യൂൻ കിലോമീറ്റർ ആണ്. അത് നമ്മള് എവിടെയും നോക്കാം. നമുക്ക് ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്. ക്വാളിറ്റി വണ്ടിയാണ്. ടയറും കാര്യങ്ങളൊക്കെ ഒരു 47% ടയർ നമുക്ക് 50% ടയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ വണ്ടിക്ക്. ഫുൾ ഭാഗം കാണിച്ചു കാര്യങ്ങളൊക്കെ കാണിച്ചില്ല. കുറച്ചുള്ള കാര്യങ്ങൾ. ലോൺ എത്ര ഡൗൺ പേയ്മെന്റിൽ നമുക്ക് കൊടുക്കാം? ഇത് നമുക്ക് മാക്സിമം ഒരു 1,70,000 1,80,000 അടുത്തൊക്കെ ഫിനാൻസ് വണ്ടി കൊടുക്കൂലേ? നമുക്ക് അങ്ങനെ ചെയ്തു കൊടുക്കാം കസ്റ്റമറിന്. അപ്പൊ അടുത്തത് വരുന്ന ഹോണ്ട ജാസ് 2017 മോഡല്. സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. വെറും 80,000 കിലോമീറ്റർ നമുക്ക് ഈ വണ്ടി നിലവിൽ ഓടിയിട്ടുള്ളൂ. മൈലേജിന്റെ രാജകുമാരനാണ് ഞാൻ പറയാൻ തുടങ്ങിയത്. അപ്പൊ നീ പറഞ്ഞേ മൈലേജിന്റെ രാജകുമാരാണ് നമ്മൾ ഈ വണ്ടി വരുന്നത്. 24,000 കിലോമീറ്റർ അല്ല, 24 കിലോമീറ്റർ നമുക്ക് മൈലേജ് വണ്ടിക്ക് നമുക്ക് കിട്ടും. കാരണം ഈ മീറ്ററിൽ കാണിക്കുന്നുണ്ട്. നമുക്ക് 4 അലോയ് ഉണ്ട്. ടയർ നമുക്ക് 50% അടുത്ത് ടയറും വരുന്നുണ്ട്. 800 ഇപ്പൊ ഉള്ള നിലവില് 2009 ആണ്. ആൾട്ടണ്ണൂറ് 13 ഉണ്ട്. നമുക്ക് ഇത് നമുക്ക് പൊട്ടിച്ചു കൊടുക്കാം. 5,4 മാർക്കറ്റ് ഇപ്പൊ നിലവിലുള്ള വണ്ടിയാണ്. നമുക്കൊരു 4,00,000 റുപ്യക്ക് ലാസ്റ്റ് ഫൈനലായിട്ട് ഈ വണ്ടി കൊടുക്കാം. ഒന്നും വേണ്ട, ഫുൾ ഓൺ നമുക്ക് ഈ വണ്ടി ഇറക്കി കൊടുക്കാം. ആധാർ പാൻ കാർഡ് കൊണ്ടു പോകുന്ന ഈ വണ്ടി മെസ്സേജ് അയച്ചാൽ മതി മക്കളെ. എത്തിച്ചേരും. ഹോം ഡെലിവറി ആണെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം നമുക്ക് കസ്റ്റമർക്ക്. അപ്പൊ നമുക്കിത് 4,00,000 റുപ്യക്ക് ഫൈനൽ നമുക്ക് കൊടുക്കാം. 5,4 വരെ ലോണും ഫിനാൻസ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. കൈക്ക് ഒരു 75 രൂപ കൈക്ക് കൊണ്ട് കസ്റ്റമറിന് വീട്ടിൽ പോവാം. അടുത്ത് വരുന്നത് നമുക്ക് 2014 ഇയോണ വരുന്നത്. 2 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, അതേപോലെ മ്യൂസിക് സിസ്റ്റം, കമ്പനി സീറ്റ് കവർ, മാറ്റ് കാര്യങ്ങളൊക്കെ ഉള്ള അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു വണ്ടിയാണ്. 4 ഹൈലൈറ്റ് എന്ന് പറയാൻ 4 അലേവിലുണ്ട് നമ്മുടെ വണ്ടിക്ക് വരുന്നത്. 2014 മോഡലാണ്. 1,85,000 രൂപ നമ്മൾ ഈ വണ്ടിക്ക് ചോദിക്കണേ. അതിൽ നമുക്ക് നമ്മുടെ കസ്റ്റമറിന് എന്തെങ്കിലും കുറച്ച് കൊടുക്കാം. നമുക്ക് ഡൗൺ പേയ്മെന്റിൽ നമുക്ക് എത്ര ഇറക്കി കൊടുക്കാം? ഇത് നമുക്ക് ഡൗൺ പേയ്മെന്റ് 1 റുപ്യ നമുക്ക് ഈ വണ്ടി കിട്ടും. ചെറിയ ഡൗൺ പേയ്മെന്റ് ഒരു 20,000-30,000 മുടക്കിൽ നമുക്ക് ഈ വണ്ടി ഇറക്കി കൊടുക്കാം. കസ്റ്റമർ ഇറക്കി കൊടുക്കാം. നിലവിൽ ഓണർഷിപ്പ് എത്രയാണ്? നിലവിൽ ഇപ്പൊ സെക്കൻഡ് ഓണർഷിപ്പ് വരുന്നത് 78,000 കിലോമീറ്റർ നമ്മൾ വണ്ടി ഓടിയിട്ടുള്ളത്. നല്ല വണ്ടിയാണ്. പിന്നെ അടുത്ത വന്നിട്ട് നമുക്ക് സെലോറിയോ. അടുത്ത നമ്മൾ വരുന്നത് സെലോറിയ മാനുവൽ വരുന്നത്. നമ്മുടെ 2 വണ്ടിന്റെ സെലോറിയ, ഓട്ടോമാറ്റിക് ഉണ്ട് മാനുവലും ഉണ്ട്. ഇതിപ്പോ മാനുവൽ 2017 സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. 97,000 കിലോമീറ്റർ നമ്മളെ വണ്ടി ഓടിയിട്ടുണ്ട്. VXA നമ്മളെ വണ്ടി വരുന്നത്. 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, മ്യൂസിക് സിസ്റ്റം, സ്റ്റാറിംഗ് കവർ പുതിയ ചെയ്തതാണ്. സീറ്റ് കവർ നമ്മൾ പുതിയ ചെയ്തതാണ്. അത്യാവശ്യം നല്ല വണ്ടിയാണ്. നല്ല ചൂട് വരുന്നുണ്ടല്ലോ ഉള്ളിൽ നിന്ന്, വെയിലായിട്ടാണ്. പിന്നെ ടയർ ഭാഗം കാര്യങ്ങളൊക്കെ 80% എടുത്തിട്ടുണ്ട്. ഈ വണ്ടിക്ക് നമുക്ക് ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം. ഈ വണ്ടി എന്നല്ല, നമ്മുടെ ഷോപ്പിലത്തെ എല്ലാ വണ്ടി നമുക്കൊരു 10 ദിവസത്തെ ഗ്യാരണ്ടി പറഞ്ഞ് നമുക്ക് കൊടുക്കാം. നല്ല വണ്ടികളാണ് അത്യാവശ്യം. അപ്പൊ നമ്മൾ ചോദിക്കുന്ന വില 3,40,000 രൂപയാണ്. നമുക്ക് എന്തെങ്കിലും നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാം. ഡൗൺ പേയ്മെന്റിൽ നമുക്ക് എത്ര കൊടുക്കാം? ഇല്ല, ഇതൊക്കെ ഫുൾ ഓൺ ആയിട്ട് നമുക്ക് കൊടുക്കാം. ഫുൾ ഓൺ ആയിട്ട് കൊടുക്കാം. അടുത്തത് 800 മിന്നി തിളങ്ങണ ആയ കാലത്ത് കളിച്ചിരുന്ന വണ്ടി ഇപ്പൊ എത്ര രൂപയ്ക്ക് കൊടുക്കാം നമുക്ക്? ഇപ്പൊ നമ്മള് 2009 മോഡലാണ്. ഓൺഷിപ്പ് നിലവിൽ വരുന്നത് നമുക്ക് ചെക്ക് ചെയ്യണം. പിന്നെ
നിലവിൽ കിലോമീറ്റർ നമുക്ക് 85,000 കിലോമീറ്റർ വണ്ടി ഉള്ളത്. ഓണർഷിപ്പ് നമ്മൾ നോക്കിയിട്ട് പറഞ്ഞുതരാം. കസ്റ്റമർ വിളിക്കുകയാണെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം. 4 ടയർ നമുക്കൊരു 50% അടുത്ത് 4 ടയർ വരുന്നുണ്ട്. നമ്മളിതിന് ചോദിക്കുന്ന വില 90,000 രൂപയാണ്. നമുക്ക് അടുത്ത വണ്ടിക്ക് പോവാം. 2010 വാഗനറാണ്. സെക്കൻഡ് ഓണറുള്ള നിലവിലുള്ള വണ്ടിയാണ്. 96,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പുതിയ പേപ്പർ എടുത്ത വണ്ടിയാണ്. 1,85,000 രൂപ നമ്മൾ ചോദിക്കുന്ന വില ഇതിന്. ചെറുതായിട്ട് നമുക്ക് കുറച്ച് കൊടുക്കാം. പുതിയ പേപ്പർ എടുത്താണ്. പുതിയ ഇൻഷൂർ ഉണ്ട്. 2010 മോഡലാണ്. അത്യാവശ്യം നല്ല വൃത്തി ക്ലീൻ ആൻഡ് നീറ്റ് വണ്ടിയാണ്. LX ആണ് നമ്മളെ വണ്ടി വരുന്നത് നിലവിൽ. 2 ഡോർ പവറിന്റെ സെൻട്രൽ ലോക്ക്, അതേപോലെ സ്റ്റാറിംഗ് കവർ ചെയ്തിട്ടില്ല. അതേപോലെ സീറ്റ് കവറൊക്കെ നല്ല വൃത്തിയുള്ളതാണ്. കമ്പനി സീറ്റ് കവറിന് വരുന്നത്. അത്യാവശ്യം ക്ലീൻ ആൻഡ് വൃത്തിയുള്ള വണ്ടിയാണ്. AC ഉണ്ട്. അതേപോലെ മ്യൂസിക് സിസ്റ്റം ഉണ്ട് വണ്ടിക്ക് വരുന്നത്. ഫുൾ ഭാഗം കാണിച്ചു കൊടുക്കുക. അത്യാവശ്യം ക്ലീൻ ആൻഡ് നീറ്റുള്ള വണ്ടിയാണ് നമ്മുടെ വണ്ടി വരുന്നത്. 2010 മോഡലാട്ടോ. നേരത്തെ പറഞ്ഞു 1,85,000 രൂപക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം. ഡൗണിൽ എത്ര കൊടുക്കാം? ഇത് നമുക്ക് ഡൗൺ പേയ്മെന്റ് നമുക്കൊരു 1 lakh കിട്ടും. സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി മലപ്പുറം റോഡിലുള്ള കാർട്ടൺ യൂസർ കാർസിനാണ്. നമ്പർ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് സുഹൃത്തുക്കളെ. ഇപ്പോൾ നിലവിൽ സിയാസ്, അതേപോലെ ഡസ്റ്റർ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു മൈക്രോ ഉണ്ട്. അപ്പോൾ ഡീറ്റെയിൽസിനായിട്ട് കോൺടാക്റ്റ് അയക്കുക. നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് താഴെ. അപ്പോൾ സുഹൃത്തുക്കളെ, ഇത്രയും കാറുകളാണ് നമുക്ക് ഇവിടെ വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് കേട്ടോ. നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ സൈനിങ് ഔട്ട്. ഇറ്റ്സ് മീ ഐഫക് സൈനിങ് ഔട്ട്.